വായിച്ച് ധ്യാനിക്കേണ്ടത്. ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 13-ാം അധ്യായം. 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. പൗലോസ്ലീഹായുടെ മിഷണറി യാത്രയുടെ പ്രാരംഭ ദൈവവിളി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ മിഷണറി യാത്ര എന്ന് പറഞ്ഞാൽ താൻ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് ദിക്കുകളിലേക്ക് സുവിശേഷ നിമിത്തം പോയതിനെ കുറിച്ചുള്ള ആ ഒരു വാക്കാണ് മിഷണറി യാത്ര എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോ 100 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തു നിന്ന് മിഷണറിമാരെ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി വന്നു. തങ്ങളുടെ നാട് വിട്ട്, തങ്ങളുടെ രാജ്യം വിട്ട് ഒരു അന്യദേശത്ത് എന്ന് പാർത്ത് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു വാക്കാണ് മിഷണറി പ്രവർത്തനങ്ങൾ. പൗലോസ്ലീഹായുടെ 3 മിഷണറി പ്രവർത്തനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പ്രാരംഭ ഭാഗമാണ് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിരിക്കുന്നത്. ആ പ്രാരംഭ ഭാഗം വായിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ നിന്നാണ് താൻ ദൈവവേലയ്ക്ക് വേണ്ടി പോകുന്നത്. അന്ത്യോക്യയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിലുള്ള ദൈവമക്കളിൽ ചിലരുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സഭയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളുടെ പേരുകളിൽ ചിലതായിരിക്കാം. അന്ത്യോക്യ സഭയിൽ ബർന്നബാസ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ നീഗർ എന്ന പേരുള്ള ശിമോൻ, അദ്ദേഹത്തിന് 2 പേരുണ്ട്. 2 പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ കുറേനക്കാരനായിരിക്കുന്ന ലുക്യോസ്. ഈ കുറേനക്കാരനായിരിക്കുന്ന ലുക്യോസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിതനായി തീർന്ന ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് കുറേനക്കാരനായിരിക്കുന്ന ശിമിയോൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരെല്ലാവരും മതപരമായും ജാതിപരമായിട്ടൊക്കെ ഉന്നതമായ മതങ്ങളിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടവരും തരം താഴ്ത്തപ്പെട്ടവരുമായിരുന്നു. എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹം അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ദൈവസഭയിലേക്ക് വരാനിടയായി തീർന്നു. അപ്പോ ബർന്നബാസ്, ശിമോന്, കുറേനക്കാരനായിരിക്കുന്ന ലുക്യോസ്, ആ കാലത്തെ ഇടപ്രഭുവായിരിക്കുന്ന ഭരണകർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന ഹെരോദാവോടുകൂടെ വളർന്ന എന്ന് പറഞ്ഞാൽ ഹെരോദാവും ദൈവവും ഒരു സമകാലികനാണ്. മനായെ. അപ്പോ ഹെരോദാവിന്റെ ആത്മാർത്ഥ സ്നേഹിതര്. അങ്ങനെ പിന്നെ അടുത്ത പേര് കൊടുത്തിരിക്കുന്നത് ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. പൗലോസ്ലീഹായുടെ ആരംഭ പേരാണ് ശൗൽ എന്ന പേര്. അപ്പോൾ പൗലോസ്ലീഹായെ നമ്മൾ അറിയപ്പെടുന്നത് മിഷണറിയായിട്ടും അപ്പോസ്തലനുമായിട്ടുമാണ്. അപ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനൊരു ശുശ്രൂഷയുണ്ടായിരുന്നു. സഭയോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ ആ പ്രാദേശിക സഭയോട് ബന്ധപ്പെട്ട് അധികം ആളുകളാൽ അറിയപ്പെടാതെ നിന്ന കാലത്തുണ്ടായിരുന്ന ഒരു ശുശ്രൂഷ എന്തായിരുന്നറിയാമോ? പ്രവാചക ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന്റെ ആരംഭ ശുശ്രൂഷ എന്താണ്? പ്രവാചക ശുശ്രൂഷയായിരുന്നു. പ്രവാചക ശുശ്രൂഷയിൽ നിന്നാണ് താൻ മിഷണറി ശുശ്രൂഷകളിലേക്ക് വരികയും അനേക സഭകൾ സ്ഥാപിച്ച് കർത്താവിന് വേണ്ടി താൻ പ്രയോജനപ്പെടുകയും ചെയ്തത്. നിങ്ങൾ ഓർത്തിരുന്നോളണം, പൗലോസ്ലീഹ ആരും കൂടെ ആയിരുന്നു?
പ്രവാചകൻ കൂടെയായിരുന്നു. മാത്രമല്ല, ഇനി ഇവിടെ നിന്നുകൊണ്ട് എന്റെ വിഷയം അതല്ലെങ്കിലും അതിനോടനുബന്ധമായിട്ടൊരു കാര്യം പറയാം. പ്രവാചക ശുശ്രൂഷയെ കുറിച്ച് ഏറ്റവും ആധികാരികമായി വിശുദ്ധ ബൈബിളിൽ പുതുനിയമ വീക്ഷണത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പൗലോസ്ലീഹായിലൂടെയാണ്. കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്, കൃപാവര ശുശ്രൂഷകളിൽ ഒന്നാണ് ഏത്? പ്രവചനം എന്ന് പറയുന്നത്. ആത്മാവിന്റെ വരങ്ങളെ കുറിച്ചും ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രവാചക ശുശ്രൂഷയുടെ പ്രാധാന്യതയെ കുറിച്ച് പരിശുദ്ധാത്മാവ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ്ലീഹായോട് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ ശുശ്രൂഷ എന്നറിയാമോ? സഭയുടെ ആത്മീയ വളർത്തലിന് വേണ്ടി. സഭാംഗങ്ങളായിരിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി. മനസ്സിലായി? എന്നാൽ ആ അതിമഹത്തായ പ്രവാചക ശുശ്രൂഷയെയാണ് പിന്നീട് തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചു. ആളുകൾ കൈനോട്ടക്കാരുടെ ഇടയിൽ പോയി ഭാവി അറിയുന്നത് പോലെ ക്രൈസ്തവ മണ്ഡലത്തിലെയും പ്രവാചകന്മാരെന്ന് പറയുന്നവരുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് അറിയേണ്ടത് എന്താണെന്ന് അറിയാമോ? ഭാവി കാലമാണ് അറിയേണ്ടത്. ഭാവി കാലം, സാമ്പത്തിക മേഖലയുടെ ഭാവി കാലം, പിള്ളേരുടെ ഭാവി കാലം, ജോലിയുടെ ഭാവി കാലം, ഭൗതിക തലത്തിന്റെ എല്ലാ ഭാവി കാലം അറിയാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെ അമിതമായ സംബന്ധത്തിലാക്കി. ഒരു പരിധി വരെ പ്രവാചകന്മാരായിരിക്കുന്ന ആളുകളും യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ജനത്തിന് ഇതാണല്ലോ ഇഷ്ടമെന്നുള്ള ചിന്താഗതിയോടുകൂടെ ദൈവത്തിൽ നിന്ന് ചോദിച്ച് പ്രാപിച്ച് പറയേണ്ട തോത് മാറ്റിവെച്ചിട്ട് അപ്പയപ്പോൾ വരുന്ന ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു ഉള്ളത് പോലും ഇല്ലാതെ സാധാരണ പറയുമല്ലോ, ഒളിപ്പിച്ച് ഇപ്പൊ മേൻകുടിക്ക് പോലും ഒരെണ്ണത്തിനെ കാണാനില്ല. എവിടെയെങ്കിലും ഉണ്ടാകുന്നേ കൊണ്ടുവന്നെ. കേരള കരയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരും 10 പൈസ കൊടുക്കണ്ട, ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കൊണ്ടുവന്നത്. ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് ഒരെണ്ണവും ഇല്ല. വെറുതെ സമയം കളയാമെന്നും ഈ മനസ്സിലായിട്ട് ശാപം ഉണ്ടാക്കി കൊടുക്കാമെന്നും ഇല്ലാത്ത കാശ് ഉണ്ടാക്കി സഭാപട്ടിയിൽ നിന്ന് കൊടുക്കാമെന്ന് മാത്രമേ. അതുകൊണ്ടപ്പോ ഞാൻ ആ തലങ്ങളിലേക്ക് പോകാം. എവിടെയെങ്കിലും കേരളക്കരയിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ കൊണ്ട് ശുശ്രൂഷകന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ആശീർവദം ചെയ്യുമ്പോൾ ഈ പ്രവാചകങ്ങളും പഴയകാല ആ ഒരു പ്രാപഞ്ചിക ശുശ്രൂഷയുടെ ആ മഹത്വത്തിൽ നിലനിൽക്കുന്നവരാരെങ്കിലും മറ്റു വിദ്യാഭ്യാസ ഓരണത്തിനെ കുറിച്ച് കേൾക്കാനില്ല. ഇനി എന്തിനാ പിന്നെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നു? അപ്പൊ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന സന്ദേശം സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ. ഏത്? പ്രവചന ശുശ്രൂഷ ദൈവം കൊടുത്തു. പക്ഷെ കാലം കാലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കാൻ പ്രവാചകന്റെ പേരുള്ളവരുടെ മുമ്പിൽ ചെന്ന് ക്യൂ നിൽക്കുമ്പോഴും ഈ ക്യൂ നിൽക്കുന്ന ആളുകൾ കൂടുതലും സഹോദരിമാരാണല്ലോ. സഹോദരന്മാര് കുറച്ചുകൂടെ കരുത്തന്മാരായതുകൊണ്ടും അവരാരും നിലയ്ക്ക് നിൽക്കാൻ പോകാറില്ല. ഒരു സഭയിലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രാദേശിക സഭയിലും പ്രവാചകന്മാരെന്ന പേരുള്ളവർ വന്നു കഴിയുമ്പോൾ അവിടെ ക്യൂ നിന്ന് ആലോചന കേൾക്കാൻ പോകുന്നത് ആരാണ്? സഹോദരിമാരാണ്. അവരെ അപേക്ഷിച്ചിടത്തോളം എന്ത് കേട്ടാലും ആ പാവപ്പെട്ട സഹോദരിക്ക് അത് മതി, പറയുന്ന ആൾക്ക് അറിയാം. അങ്ങനെ ഇത് ദൈവത്തിൽ നിന്ന് വളരെയധികം അകന്നു പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മാവിൽ നമുക്കത് വിവേചിപ്പാനായിട്ട് കഴിയണം. പരിശുദ്ധാത്മാവിൽ വിലയിരുത്താനായിട്ട് കഴിയണം. ഏറ്റവും നല്ല പ്രവചനമെല്ലാം വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് നമ്മോട് പറയാനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രവചന കേൾക്കുന്നത്. പിന്നെ വ്യക്തിപരമായി ഓരോരുത്തരുടെ സഭയായി ദൈവത്തിന്റെ വചന കേട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി ഓരോരുത്തരോടും പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം സംസാരിക്കും.
അത് കർത്തൃദാസന്മാരോട് സംസാരിക്കും, പ്രത്യേക ശുശ്രൂഷയുള്ളവരിലൂടെ ദൈവം സംസാരിക്കും. അപ്പൊ ഏത് സാഹചര്യങ്ങളായാലും ഒറ്റവാക്കിൽ ഓർത്തിരിക്കണം, സഭയ്ക്ക് ആത്മീയ വളർച്ചയായിരിക്കണം, വിശ്വാസികൾക്ക് ആത്മീയ വളർച്ചയായിരിക്കണം, ദൈവനാമത്തിന് അത് മഹത്വമായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ആദ്യ ശുശ്രൂഷയുടെ ഭാഗം എന്തായിരുന്നു? താൻ പ്രവാചകനായിരുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുക. അങ്ങനെ ഒരു നീണ്ടലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും പൗലോസ് ഉൾപ്പെടെയുള്ള ഈ പ്രാവചനിക ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാവരും അന്ത്യോക്യ സഭയിൽ 2-ാമത്തെ വാക്യം ഇനി നോക്കിക്കേ. 2-ാമത്തെ വാക്യം, ഇവരെല്ലാവരും മോളിൽ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന അവരെല്ലാവരും അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന പേരിങ്ങനെ ഉപവാസ പ്രാർത്ഥന. ഇവിടെ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ഉപവാസ ആരാധന. ഉപവാസ ആരാധന. അപ്പൊ ആരാധനയിൽ സംബന്ധിക്കുന്നത് അവരെങ്ങനെയാണെന്നാണ് ഉപവാസം. ഇനി അവിടെ നമ്മൾ ഒന്നുകൂടെ മനസ്സുകൊണ്ട് ജ്ഞാനമായിട്ട് ആഴമായിട്ട് പഠിക്കുമ്പോൾ, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക. ആരോട് കൂടെ വസിക്കുക? ദൈവത്തോട് കൂടെ വസിക്കുക. ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് വസിക്കാൻ മനസ്സുള്ളവർ ആരാധിച്ചാൽ മതി. അല്ലാത്തവരാരാധിച്ചത് ഒരു പ്രയോജനമില്ല. മനസ്സും കൊണ്ട് ഞാനെന്റെ ദൈവത്തോട് വസിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. മനസ്സുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പോകുന്ന ഒരു മനോഭാവം എനിക്കില്ലെങ്കിൽ, ആരാധന എന്ന പേരുള്ള ഒരു യോഗത്തിൽ വന്നിരുന്നിട്ട് എനിക്കൊരു പ്രയോജനവുമില്ല. ഇന്നത്തെ യോഗത്തിന്റെ പേരെന്താണ്? ആരാധന യോഗം. സഹോദരി സമാജം ബുധനാഴ്ചയുള്ള യോഗത്തിന്റെ പേര്. വെള്ളിയാഴ്ചയുള്ള പ്രാർത്ഥനയുടെ പേരെന്താണ്? ഉപവാസ പ്രാർത്ഥന. വീടുകളിൽ ക്രമീകരിക്കുന്ന രാത്രികളിലെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന, കോട്ടേജ് മീറ്റിംഗ്. ഇപ്പൊ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിൽ എല്ലാറ്റിലും വെച്ച് കൂടുതൽ ദൈവമക്കൾ വന്ന് സംബന്ധിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമുള്ള യോഗമാണ് വിശുദ്ധി ആരാധന. ആ ആരാധനയിൽ ഇവിടെ ഉപവാസം എന്നുള്ളൊരു വാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ദൈവമക്കൾ ഓർക്കുക, ഭക്ഷണം വെടിയുന്നതും മാത്രമല്ല. ശരീരത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം വെടിഞ്ഞ് ഇരിക്കാൻ കഴിയത്തില്ല. പറ്റുമോ? ഇല്ല. പക്ഷെ മനസ്സുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പോകുന്ന ഒരു മനോഭാവത്തോടുകൂടെ ആരാധനയിലേക്ക് വന്നാൽ ആ ഒരു ദൈവപ്രവൃത്തി അനുഭവിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു ഉപവാസ മനോഭാവം ഉണ്ടെങ്കിലേ ആരാധനയിൽ ദൈവകൃപ അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഭക്ഷണം മാറ്റിവെക്കുകയോ മാറ്റിവെക്കാതിരിക്കുകയോ നിങ്ങളുടെ മനസ്സ് പോലെയും നിങ്ങളുടെ ശരീരത്തിന്റെ സ്ഥിതി പോലെയും നിങ്ങൾക്കത് ചെയ്യാം. പക്ഷെ എന്നാൽ അതിലെല്ലാറ്റിനേക്കാൾ ഉപരിയായി മനസ്സുകൊണ്ട് ദൈവത്തോട് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, പഴയകാല കർത്തൃദാസന്മാര് പറയും, ഒരു ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞു പോയാൽ അടുത്ത ഞായറാഴ്ചത്തെ ആരാധന എന്നുള്ളൊരു മനോഭാവം അന്ന് തന്നെ മനസ്സിലുണ്ട്. അടുത്ത ഞായറാഴ്ച ഞാൻ ഈ ആരാധനാലയത്തിലേക്ക് വരേണ്ടതാണ്. കർത്താവേ, ഇന്ന് ഞാൻ പ്രാപിച്ചതിനേക്കാളും അധികമായിട്ട് എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാ പോകുന്നത്. ഇനി ഒരാഴ്ചത്തെ ഒരുക്കൊന്നും വരാൻ കഴിഞ്ഞില്ല എങ്കിലും ശനിയാഴ്ച നേരം പഠിക്കുമ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടായിരിക്കണം, നാളെ വിശുദ്ധ ദിവസമാണ്, നാളെ ആരാധനയുടെ ദിവസമാണ്. കർത്താവിന്റെ തിരുമേശയുടെ മുമ്പിൽ ഇരുന്ന ദൈവത്തെ ആരാധിക്കുകയും ആ തിരുമേശയിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ദൈവ ഭയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉൾക്കാഴ്ച ബോധം നമ്മിലേക്ക് വരികയും മനസ്സുകൊണ്ട് നാം ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോയിട്ട്
ആരാധനാലയത്തിൽ വന്ന് ആത്മശക്തിയിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. ആരാധന എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്കൊക്കെ നമുക്കറിയാം. പക്ഷേ മൂലഭാഷയിലെ പല വാക്കുകൾ ദൈവത്തിന്റെ ആത്മാവ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മൂലഭാഷയില് കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് പ്രോസ്കുനെയോ എന്നുള്ളൊരു വാക്കുണ്ട്. പ്രോസ്കുനെയോ എന്നുള്ളൊരു വാക്ക്. ആ വാക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിലൊരു ചിന്തകൻ കൊടുത്തിരിക്കുന്നത് ഒരു നായ്ക്കുട്ടി തന്റെ യജമാനന്റെ കൈ ഭക്ഷണം കൊടുക്കുന്ന നായയെ ശുശ്രൂഷിക്കുന്ന തന്റെ യജമാനന്റെ കൈയിലേക്ക് നക്കുന്നില്ല. ഈ നായയുടെ ആ സ്നേഹ പ്രകടനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പ്രകടനം നമുക്കറിയാം. താൻ പാലാട്ടുന്നു, തന്റെ സ്നേഹ പ്രകടനം, സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് യജമാനനെ എന്ത് ചെയ്യുന്നു? നക്കുന്നു. ചിന്തകൻ കൊടുത്തിരിക്കുന്ന പ്രോസ്കുനെയോ എന്നുള്ള ഒരു വാക്ക് തന്റെ യജമാനന്റെ കൈകളെ സ്നേഹത്തിന്റെ ആധിക്യത്താൽ നക്കുന്ന ഒരു നായകുട്ടി. ആ ഒരു മനോഭാവമാണ് ചിന്തകൻ ആരാധനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ യജമാനൻ ആരാണ്? നമ്മുടെ കർത്താവ്. ക്രൈസ്തവം. അപ്പൊ ആരാധന എന്നുള്ള ഒരു മനോഭാവത്തോടെ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഉപവാസ മനോഭാവത്തോടെ നാം ആരാധനാലയത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഏതാണ്? ഒരു നായ്ക്കുട്ടിക്ക് തന്റെ യജമാനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ടോ അതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തോട് നമുക്കുള്ളത്. അതിന്റെ കാരണം കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ജീവൻ തന്നാണ് നമ്മെ സ്നേഹിച്ചത്. ക്രൈസ്തവം. യേശു പറഞ്ഞല്ലോ, സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും വലിയ ഒരു സ്നേഹമില്ല. അപ്പൊ ഏറ്റവും വലിയ സ്നേഹത്തിന് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ജീവൻ കൊടുക്കുന്നതാണ് വലിയ സ്നേഹമെന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ വിരളമാണ്. എന്നാൽ കർത്താവോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യവർഗത്തിന്റെ സ്നേഹിതനായിരിക്കുന്ന യേശു നമുക്ക് തന്റെ ജീവൻ തന്നാണ് നമ്മെ സ്നേഹിച്ചത്. ജീവൻ തന്നു നമ്മെ സ്നേഹിച്ച് നമ്മെ നാമാക്കിയ ഈ ലോകത്തിലേക്ക് പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ച ഒത്തിരി വാക്കുകളുണ്ട്. ഇവിടെ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല, ഇവിടെ കിട്ടിയതല്ല ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, നീതികരണം ദൈവത്തിന്റെ ദാനമാണ്, ശുദ്ധീകരണം ദൈവത്തിന്റെ ദാനമാണ്, ഭൗതികമായി നമ്മൾ അനുഭവിക്കുന്നതല്ല ദൈവത്തിന്റെ ദാനമാണ്. ഈ വിധ ചിന്തയോടുകൂടെ നാം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ അല്ലാത്തത് ഇവിടെ ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. നന്ദിയുള്ള ഹൃദയം അവിടെ നമുക്ക് വരുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ചിന്ത ആരാധനാലയത്തിലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ആ കൂടെ വസിക്കുന്ന ഉപവാസ മനോഭാവത്തോടെ ഇതിനകത്തേക്ക് കാലെടുത്ത് വെച്ച് നമ്മൾ കയറുമ്പോൾ കണ്ണ് നിറയാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, ഏകദേശം 2 മണിക്കൂർ സമയമായിരുന്നു. 9:30 തുടങ്ങിയ ആരാധനയാണ്, ഇപ്പോൾ 11:30 അരമണിക്കൂറേ സമയമുള്ളൂ തിരുമേശയുടെ ശുശ്രൂഷ. ഈ 2 മണിക്കൂർ സമയം നമ്മുടെ ജീവിതത്തിൽ വളരെ പരിമിതമായ സമയമാണ്. ഒരു ദിവസം ദൈവം നമുക്ക് എത്ര മണിക്കൂർ തരുന്നുണ്ട്? 24 മണിക്കൂർ തരുന്നുണ്ട്. 24 മണിക്കൂർ. പകൽ 12 മണിക്കൂർ തരുന്നുണ്ട്, രാത്രി 12 മണിക്കൂർ തരുന്നുണ്ട്. 12 24 മണിക്കൂറാണ് തരുന്നത്. ഈ 24 മണിക്കൂറിൽ ആഴ്ചയിൽ ഒരിക്കൽ 2.5 മണിക്കൂർ സമയമേ നാം ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ താമസിച്ചു വരുന്നവർ അത്രയും സമയം കുറച്ചെടുക്കുന്നു. 2:30 ഇരിക്കാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് അവർ 2:15 ആക്കുന്നത്, ചിലത് 2 ആക്കുന്നത്, ചിലത് 1:45 ആക്കുന്നത്, ചിലര് അത് 1:30 ആക്കുന്നത്. ഇനി മാസത്തിൽ 4 വേണ്ട, 3 മതി, 2 മതി, 1 മതി വേണ്ട. ഇനിയിപ്പോ 2 മാസം കൂടുമ്പോ 1 മതി, 3 മാസം കൂടുമ്പോ 1 മതി എന്നുള്ള ആ ഒരു തലങ്ങളിലേക്ക് അത് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള മനോഭാവത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നതുകൊണ്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്:
ദൈവം നമുക്ക് നൽകിയ ഒരു നന്മയെങ്കിലും ഓർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാധനാലയത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് കണ്ണ് നിറഞ്ഞു വേണം പോകാനായിട്ട്. ഇവിടെ നമ്മൾ വരുന്നത് പ്രാർത്ഥിക്കാനാണ്. ഇവിടെ നമ്മൾ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ഇവിടെ നമ്മൾ വരുന്നത് ദൈവശബ്ദം കേൾക്കാനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നമ്മൾ വരുന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കാനാണ്. ഇത് സ്വർഗീയ പ്രതീതി ഉളവാക്കുന്നതാണ് പുതുനിയമ ആരാധന എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഭൂമിയിലെ ആരാധന എന്ന് പറയുന്നത് സ്വർഗീയ ആരാധനയുടെ നിഴലാണ്. ഈ ആരാധനയിലൂടെ നാം ഏത് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്? സ്വർഗീയ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. അവിടെ നമ്മുടെ തേജോമയനായിരിക്കുന്ന കർത്താവ് ലക്ഷോപലക്ഷമല്ല കോടി കോടി വിശുദ്ധന്മാർ എന്നെ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത പുരുഷാരം എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ തലലിയ കുരുത്തോലകളുണ്ട്. അവർ ധരിച്ചിരിക്കുന്നത് വെള്ള നിലയെങ്കിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരാരാണ്? അവിടെ ദൂതൻ പറയുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യമൊന്നും എനിക്ക് പറയാനില്ലെങ്കിലും ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്, ഇവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത് ദൂതൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. കുമ്പപ്പള്ളി സഭയിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന തിരുസഭയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ദൂതിനാണ്. ആ നിത്യ ആരാധനയ്ക്ക് വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശീലന കളരിയാണെന്ന് പറയുന്നത്. ഒരു നായ്ക്കുട്ടിക്ക് തന്റെ യജമാനോടുള്ള സ്നേഹത്തെക്കാളും വലിയ ഒരു സ്നേഹമാണ്. ജീവൻ തന്ന് പോറ്റി പുലർത്തുന്ന അന്നവസ്ത്രാദി നന്മകൾ നമുക്ക് നൽകി തന്ന് എന്നെയും നിങ്ങളെയും നാമാക്കി അനുദിന ജീവിതത്തിൽ നിലനിർത്തുന്ന, ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാതെ തന്റെ മാർവോട് നമ്മെ നിലനിർത്തുന്ന ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ ആരാധനയിൽ ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് സ്വരമിടറിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോഴാണ് ആരാധന ഹാളിൽ നിന്ന്, ആരാധന ആലയത്തിൽ നിന്ന് ആരാധനയുടെ ശബ്ദമുയരുമ്പോൾ അവിടെ സ്വർഗം സന്തോഷിക്കാനായി തീരുന്നത്. സ്വർഗത്തിലെ ആരാധനയുടെ ശബ്ദം എന്താണ്? കുഞ്ഞാടേ, നീ അടക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഗോത്രങ്ങളിലും ഭാഷകളിലും ഞങ്ങളെ നിങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇന്ന് പകലിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ കാലൊളിയാകട്ടെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ആ പാവനമായ രക്തത്തെ നമുക്ക് മറക്കാനായിട്ട് കഴിയത്തില്ല. കൃപമാവിശ ദൈവമക്കൾക്ക് മൗനതയില്ല. അവരെ അന്തരംഗം കിളച്ചു പറഞ്ഞുകൊണ്ട് ആത്മശക്തിയിൽ അവർ ദൈവത്തെ ഏറ്റുപറയുമെന്നതിന് കാരണം എനിക്ക് ചെയ്ത ഓരാഴത്തിൽ ഏറ്റവും വലുതിന്റെ ആത്മരക്ഷയാണ്. എന്റെ ആത്മരക്ഷ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. എനിക്ക് കിട്ടിയ നീതീകരണം എനിക്ക് മറക്കാൻ കഴിയത്തില്ല. എനിക്ക് കിട്ടിയ ശുദ്ധീകരണം എനിക്ക് മറക്കാൻ കഴിയത്തില്ല. എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എനിക്ക് മറക്കാൻ കഴിയത്തില്ല. എനിക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന നിയോഗം എനിക്ക് മറക്കാനായിട്ട് കഴിയത്തില്ല. ഇനിയും ഓടുവാൻ ആവശ്യമായ ബലം ദൈവം എനിക്ക് തരും. തീർന്നില്ല, തീർന്നു എന്ന് പറയുന്നിടത്ത് ഒരു പുതിയ അധ്യായത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നല്ലോ. സംഗീതത്തിന്റെ പ്രബോധനത്തിൽ കേട്ടതുപോലെ അവൻ ഭൂമിയുടെ മുഖത്തെയല്ല എന്നെയും നിങ്ങളെയും നവീകരിച്ചെടുക്കുന്ന ദൈവമാണ്. ആ നവീകരണത്തിൽ ഞാനുണ്ട്, എന്റെ സഭയുണ്ട്, എന്റെ കുടുംബമുണ്ട്, എന്റെ തലമുറയുണ്ടെന്ന് ആത്മശക്തിയിലും ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ സ്തോത്രം. എന്റെ തലമുറയെ നവീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ഭൗതികതയെ നവീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ സാമ്പത്തികത്തെ നവീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ആധ്യാത്മികതയെ നവീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ചിന്തകളെ നവീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, ദൈവകൃപയുടെ വ്യാപാരം, ദൈവത്തിന്റെ സ്വന്തം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മശക്തിയിൽ ദൂതരെടുത്ത് മുഴുവൻ ദൈവമക്കളെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം നവീകരണത്തിന്റെ ദൈവമാണ്. ആരാധിക്കുന്ന ഒരു ദൈവവൈതല്യ വേണ്ടി, സ്തുതിക്കുന്ന ഒരു ദൈവവൈതല്യ വേണ്ടി, അഭിഷേകത്തിന് നിറവിൽ നിൽക്കുന്ന ഒരു ദൈവവൈതല്യ വേണ്ടി, പ്രാപഞ്ചിക ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതല്യ വേണ്ടി, ഉപവാസത്താൽ കൂടെ വസിക്കുന്ന ഒരു ദൈവവൈതല്യ വേണ്ടി, അതിശക്തമായി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ദൈവമാണ്, എന്റെ ദൈവമാണ്. ആത്മശക്തിയിൽ പറയാൻ കഴിയുന്നത് ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. അവൻ കർത്താവിനെ ആരാധിച്ചു.
ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആരാധനയിൽ എന്തെന്ന് ഒരു ദൈവശബ്ദമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നിവിടെ വന്നിട്ട് നിങ്ങൾ ദൈവശബ്ദം കേട്ടോ? ദൈവത്തോട് മനസ്സുകൊണ്ട് കൂടെ വസിക്കുന്ന വചന അടിസ്ഥാനത്തിലുള്ള ഒരാരാധനയാണ് നാം ഇവിടെ ദൈവസന്നതിയിൽ കാഴ്ചവെച്ചതെങ്കിൽ ഒരു ദൈവശബ്ദമുണ്ട്. എത്ര പേര് ദൈവശബ്ദം കേട്ടു? എത്ര പേർക്ക് പറയാൻ കഴിയും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു? ഇതുവരെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. അരമണിക്കൂറും കൂടെ, ഒരു 25 മിനിറ്റും കൂടെയുണ്ട്. ഈ തിരുമേശന്റെ ഇത്രയും കേട്ട പ്രസംഗത്തിലൂടെയും ഒരു ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. അടുത്ത് നടക്കുന്ന ശുശ്രൂഷയിലൂടെ ഒരു ദൈവശബ്ദം കേൾക്കാനിടയായി തീരും. അത് പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള ശുശ്രൂഷയാണ്. ദൈവോധന വായന ഇവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ ഇവിടെ നമ്മൾ കേൾക്കും. കർത്താവിന്റെ തിരുമേശം നിങ്ങളുടെ മുമ്പിൽ വരും. ആ അപ്പം നിങ്ങൾ കയ്യിൽ എടുത്തിട്ട് നിങ്ങളുടെ നാവിന്മേൽ വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ദൈവത്തിന്റെ സ്ഥാനത്ത് അതിപരിപാവനമായ ശുശ്രൂഷയാണ്. ആ പാനപാത്രം നിങ്ങൾ കൈകൊണ്ടെടുത്തിട്ട് നിങ്ങളുടെ വായിലേക്ക് നിങ്ങൾ ഒഴിക്കുന്ന സമയമുണ്ടല്ലോ. അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ്. അപ്പൊ ദൈവശബ്ദം തീർന്നു പോകുന്നതല്ല. ഇതുവരെ കേൾക്കാത്ത ദൈവശബ്ദത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ പുതിയൊരു ദൈവശബ്ദം ഓരോ ശുശ്രൂഷകളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നൽകി തരുവാനായിട്ട് കഴിയും. ആത്മനിലയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ. എന്നെ വഴിഞ്ഞു മുറുക്കുന്ന ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. ഈ ഒരാഴ്ച ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. ദൈവം സംസാരിപ്പാനായിട്ട് കഴിവുള്ളവനാണ്. ആരാധനയിൽ നമ്മൾ എന്താ കേൾക്കേണ്ടത്? ഉറക്കം പറഞ്ഞ് എന്താ കേൾക്കേണ്ടത്? ദൈവശബ്ദം കേൾക്കണം. ശൗലിനോട് പറഞ്ഞ ദൈവശബ്ദം എന്റെ വേലയ്ക്ക് വേണ്ടി പോകാനുള്ളതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയുള്ള ദൈവശബ്ദമാകണമെന്നില്ല. മനസ്സിലായി? ഉണ്ടോ? നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ നോക്കിയില്ലേ? ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വാർത്തിരിക്കും. ഇനി അവിടെ ആ വാചകം വായിക്കുമ്പോൾ തന്നെ മറഞ്ഞു കിടക്കുന്ന ഒരു സന്ദേശമുണ്ട്. ദൈവ വിളി ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് മിഷണറി പ്രവർത്തനത്തിൽ. പക്ഷേ ഒരു സമർപ്പണം ബോധനം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയും ഞാൻ വിളിച്ചിരിക്കുന്ന അപ്പോഴല്ല വിളി ഉണ്ടായത്, വിളി നേരത്തെ ഉണ്ടായത്. വിളി നേരത്തെ ഉള്ളതായി. മഹത്തായ പല നിയോഗങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടില്ലേ? നമ്മൾ പലതും മറന്നു, നമ്മൾ പലതും തെറ്റിച്ചു. പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പരാധീനതകൾ, സത്യമിത, നീതിയിത, ശരിയിത, വചനമിത, വെളിപ്പാടിത, ദർശനമിത എന്നൊക്കെ നമുക്കറിയാം. എനിക്ക് നിങ്ങൾക്കും അറിയാം. പക്ഷെ എന്നാൽ വേണ്ടതുപോലെ നമുക്ക് പോകാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായ ദൈവവിളിയും ദൈവത്തിന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന പുതിയ ദൂതുകൾ, പഴയകാല വിളിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് ദൂതുകൾ നൽകി ഓരോ ആരാധനയിലും ബലപ്പെടുത്തും. അതുകൊണ്ടാണ് പറയുന്നത് ആരാധനയിൽ ദൈവശബ്ദമുണ്ട്, ആരാധനയിൽ ദൈവത്തിന്റെ ദൂതുകളുണ്ട്. തലയുടെ മടക്കി കണ്ണിന് മടച്ച് എല്ലാ ദൈവമക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് കേട്ട വചനാടിസ്ഥാനത്തിലുള്ള ഒരാരാധന കാഴ്ചവെച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട കൃപകൾ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്ന എല്ലാവരും സമർപ്പണം പ്രാർത്ഥന നടത്തേക്ക്. എല്ലാ അതരങ്ങളും തുറന്ന് എല്ലാ പ്രായഭേദത്തിന്റെ എല്ലാ ദൈവമക്കളുടെ സമർപ്പണം പ്രാർത്ഥന നടന്ന് നമ്മുടെ ആരാധന ദൈവത്തോടുള്ള ഒരു ഉപവാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നന്നായി ചെയ്തെടുക്കുവാൻ, താലന്തുകൾ നന്നായി ചെയ്തെടുക്കുവാൻ ആവശ്യമായ കൃപ ദൈവം നമുക്ക് നൽകുവാനും പ്രാർത്ഥിക്കാൻ. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുനാമത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും ഞങ്ങൾ ഏറ്റുപറയുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം.
അങ്ങേക്ക് തുല്യനെന്ന് മാത്രം ഒരിക്കൽ കൂടെ നിങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഈ തലമുറയിൽ അങ്ങേ ആരാധിപ്പാൻ സ്വർഗീയ പ്രകാശനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോ ആരാധനകളും ഉപവാസം എന്ന് പറയുന്ന വാക്കിന്റെ പ്രാധാന്യത നന്നായി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ചേർന്നിരുന്ന് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് കൂടെ ഇരുന്ന് ആരാധിപ്പാൻ സഹായിക്കണമേ. ആരാധനയിൽ ഞങ്ങൾ കേൾക്കേണ്ട ദൈവശബ്ദം, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ വിളി, നിയോഗം, ദർശനം, വെളിപ്പാട് വേണ്ടതുപോലെ അതിന്റെ പ്രാധാന്യതയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ഓരോ ആരാധനയിലും അത് അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഓർപ്പിച്ചുണർത്തുമ്പോൾ ആ ദൂതിന്റെ പരിപാലനം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആവശ്യമായി കർമ്മ നൽകണമേ. മകത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.